ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2019 പുറത്തിറങ്ങിയ കുട്ടുക് എന്ന ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. ഒരു വൃദ്ധസദനത്തിലേക്ക് അവിടെയുള്ള പ്രായമായ ആൾക്കാരെ നോക്കാൻ വേണ്ടി എത്തുന്ന നേഴ്സായ നായിക. എന്നാൽ അവിടെ എത്തി ജോലി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നായികയ്ക്ക് സംഭവിക്കുന്ന കുറേയധികം പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു കിടിലൻ ഹൊറർ മൂവിയാണ്. അപ്പൊ ഈ ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവിന്റെ കഥ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാക്കാതെ നിങ്ങൾ കാണുക. അപ്പൊ അധികം സമയം കളയുന്നില്ല, നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ നേഴ്സായ നമ്മുടെ നായികനെ കാണിക്കുവാണ്. അവളൊരു അനാഥയായിരുന്നു. അവളിപ്പോ ബസ്സില് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ അവൾ എത്തിച്ചേരേണ്ട സ്ഥലത്ത് വണ്ടി ഇറങ്ങുന്നു. ഇവിടെയുള്ള ഒരു വൃദ്ധസദനത്തില് അവിടെയുള്ള പ്രായമായവരെ നോക്കാനായിട്ട് നേഴ്സായ നായികയ്ക്ക് ഒരു ജോലി കിട്ടി. അതിന്റെ ഭാഗമായിട്ടാണ് നായിക ഇവിടേക്ക് എത്തിയത്. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയ നമ്മുടെ നായികയാണെങ്കിൽ ഈ ഓർഫനേജിന്റെ ഓൾ ചാർജുള്ള ചീഫ് നേഴ്സിനെ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ ഒരു ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ അവർ നായകനോട് ചില ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നു. നായിക അതിനെല്ലാം മറുപടി കൊടുക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം കഴിയുന്ന സമയത്ത് അവർ പറയുവാണ്, സോറി, നിങ്ങൾ ഈ ജോലി ക്യാപ്റ്റല്ല, അതുകൊണ്ട് വേഗം തന്നെ തിരിച്ചു പോക്കോളാൻ. ഇത് കേട്ടൊന്നും മനസ്സിലാവാതെ നായികരിക്കുന്ന അതേ സമയം തന്നെ ഈ ആശ്രമത്തിന്റെ ഓണർ അവിടേക്ക് വരുന്നു. അങ്ങനെ ഈ ഓണർ ലേഡി ആ ഹെഡ് നേഴ്സിനെ അവിടെ നിന്ന് പറഞ്ഞയച്ച് അവിടെ ഇരുന്ന് നായികനോട് സംസാരിക്കുവാണ്. അവര് പറയുന്നത് കേട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഇത്രയും ദൂരം വന്നതല്ലേ, നിങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നില്ല, നിങ്ങൾക്ക് ഞാൻ ജോലി തന്നിരിക്കുന്നു. നിന്നെ പോലെ പല പെൺകുട്ടികളും ഇവിടെ ജോലിക്കായിട്ട് വന്നിട്ടുണ്ട്. എന്നാ വന്ന് കുറച്ചു ദിവസം കഴിയുമ്പോൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് എല്ലാവരും ഇവിടെ വിട്ടു പോകാറാണ് പതിവ്. നീയും അങ്ങനെ പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നിന്റെ സംസാരം കേട്ടപ്പോ നീ ഈ ജോലി ക്യാപ്റ്റല്ല എന്ന് അവര് പറഞ്ഞത്. എന്തായാലും നീ അതൊന്നും കാര്യമാക്കണ്ട, ഞാൻ നിനക്ക് ജോലി തന്നല്ലോ, നീ ഇവിടെ തന്നെ നിന്നോളാൻ. ഈ സമയത്ത് ഓണർ ലേഡി അവളോട് പറയുന്നു. ഇത് കേട്ട് നായിക സന്തോഷിക്കുവാണ്. നിനക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി ആ കോർണർ ഭാഗത്ത് ഒരു മുറിയുണ്ട്, അവിടെ സ്റ്റേ ചെയ്തോളാനും അവർ പറയുവാണ്. ഇത് കേട്ട നായിക ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ബാഗ് എടുത്തുകൊണ്ട് മുറിയേക്ക് അങ്ങനെ പോവുകയാണ്. അങ്ങനെ വരാന്തയിലൂടെ നടന്നു പോകുന്ന നമ്മുടെ നായിക ഈ സമയത്ത് ഗാർഡന്റെ ഏരിയയിലായിട്ട് ഒരു നേഴ്സ് അങ്ങനെ നടന്നു പോകുന്നതായിട്ട് കാണുവാണ്. അവരുടെ നടത്തോ അപ്പിയറൻസ് എല്ലാം കാണുമ്പോൾ നായികയ്ക്ക് എന്തോ പന്തികേട് തോന്നുന്നു. അങ്ങനെ ധാരാളം നോക്കാന്ന് വിചാരിച്ച് നായിക പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. എന്നാൽ ആ സമയം അവരെ അവിടെ കാണുന്നില്ല. എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ച് നായിക നേരെ അവൾക്ക് അലോട്ട് ചെയ്ത മുറിയിലേക്ക് എത്തുന്നു. അങ്ങനെ ഡോർ തുറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അത് അകത്ത് നിന്ന് പൂട്ടിയിരിക്കുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യുന്നു. ഈ സമയം താക്കോൽ പഴുതിലൂടെ അവൾ അകത്തേക്ക് നോക്കുവാണ്. അപ്പൊ അവൾ അകത്തൊരു നേഴ്സിന്റെ രൂപം കാണുന്നു. ഈ സമയം കറക്റ്റ് അവളുടെ ബാക്കിൽ വന്ന് ആരോ മണി അടിച്ചിട്ട് ഓടുന്നു. നായിക തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവിടെ ആരും കാണുന്നില്ല. അപ്പോഴേക്കും അടഞ്ഞു കിടന്നിരുന്ന ഡോർ ആണെങ്കിൽ തുറക്കുവാണ്. അങ്ങനെ നായിക അകത്തേക്ക് കയറുന്ന അതേ സമയം തന്നെ ആ റൂമിലുണ്ടായിരുന്ന അലമാരയുടെ അകത്ത് നിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നു. അങ്ങനെ നായിക പോയി തുറക്കുന്ന അതേ സമയം തന്നെ അവിടേക്ക് ആ ഹെഡ് നേഴ്സ് വരുവാണ്. നീ എന്ത് ചെയ്യും ഇവിടെ? ദാ ഈ ഡ്രസ്സും ധരിച്ച് പെട്ടെന്ന് അവിടേക്ക് വരാൻ നോക്ക്, ഡ്യൂട്ടി തുടങ്ങാൻ സമയമായി എന്ന് ഈ സമയത്ത് അവര് പറഞ്ഞ് അതും കൊടുത്ത് അവർ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ നായിക പെട്ടെന്ന് ആ യൂണിഫോം എല്ലാം ഇട്ട് ഡ്യൂട്ടി ചെയ്യേണ്ട സ്ഥലത്തേക്ക് വരുന്നു. ആ ഹെഡ് നേഴ്സ് ഇപ്പൊ നായികനെ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി വയ്യാതെ കിടക്കുന്ന ഒരു ലേഡീനെ ട്രീറ്റ് ചെയ്യാൻ പറയുവാണ്. അങ്ങനെ ഇപ്പൊ അവിടെ നായിക ഡ്യൂട്ടി എല്ലാം ചെയ്യാൻ തുടങ്ങുന്നു. ഈ സമയം അവിടേക്ക് ഒരു ഡോക്ടർ വരുവാണ്. ഇവിടെ വയ്യാതെ കിടക്കുന്നവർക്കല്ല വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എല്ലാം കൊടുക്കുന്നത് ഈ ഡോക്ടറാണ്, അതായത് ഈ അനാഥാശ്രമത്തിന്റെ ഡോക്ടർ. അയാളിപ്പോ ഒന്ന് നായികനോട് താൻ പുതിയ ആളാണല്ലേ, ഞാൻ ഇവിടുത്തെ ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞ് ഷെയ്ക്കാൻഡ് എല്ലാം കൊടുത്ത് സംസാരിക്കുന്നു. അങ്ങനെ കുറച്ചേരം കഴിഞ്ഞാൽ ഡ്യൂട്ടിയുടെ തിരക്കെല്ലാം കഴിയുമ്പോൾ നായിക ഒന്ന് ബ്രേക്കിന് ഇറങ്ങുവാണ്. ഈ സമയം ആശ്രമത്തിന്റെ ഓണറില്ലേ അവര് നായികന്റെ അടുത്തേക്ക് വന്ന് നായികയോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ ആ സിനിമ കട്ടാവുന്നു. അന്ന് നൈറ്റ് നമ്മുടെ നായിക ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി അവളുടെ റൂമിലേക്ക് എത്തുവാണ്. അങ്ങനെ അവള് റൂമിന്റെ കഥക് തുറക്കുന്ന സമയം അവളുടെ പുറകിലൂടെ ഒരു രൂപം കടന്നു പോകുന്നു. എന്നാൽ അവൾ അത് കാണുന്നില്ല. അതിനുശേഷം ഒന്ന് ഫ്രഷ് ആയി നായിക കിടക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന നായികയ്ക്ക് കട്ടിലിന്റെ അടിയിൽ നിന്നത്തെ സൗണ്ട് കേൾക്കാൻ തുടങ്ങുന്നു. അങ്ങനെ കട്ടിലിന്റെ അടിയിലേക്ക് നായിക നോക്കുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും കാണുന്നുമില്ല. ഇതേ സമയം അവിടുത്തെ അലമാരിന്റെ അകത്ത് നിന്ന് ഇന്ന് വന്നു കയറിയപ്പോൾ നായിക കേട്ട പോലെ എന്തൊക്കെ സൗണ്ടുകൾ കേൾക്കാൻ തുടങ്ങുന്നു. അപ്പൊ നായിക അത് നോക്കാൻ പോകുന്ന കറക്റ്റ് ടൈമിന് അവിടുത്തെ ലൈറ്റുകളെല്ലാം ഓഫ് ആവുകയാണ്. അപ്പൊ നായിക അത് വലിയ കാര്യമാക്കാതെ വീണ്ടും ബെഡിലേക്ക് വന്ന് കിടക്കുവാണ്. ഈ സമയം നായികന്റെ കഴുത്തിലാരോ കുത്തിപ്പിടിക്കുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ ആ സീനോട് കെട്ടായ അടുത്ത ദിവസം രാവിലെ കാണിക്കുവാണ്. ഇപ്പൊ ഉറക്കം എഴുന്നേക്കുന്ന നായിക മനസ്സിലാക്കുന്നു ഇന്നലെ നടന്നതല്ല ഒരു സ്വപ്നമായിരുന്നു എന്ന്. അങ്ങനെ ഇപ്പൊ ഡ്യൂട്ടിക്ക് വേണ്ടി നായിക പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് റെഡിയായി യൂണിഫോം എല്ലാം ധരിച്ച് അങ്ങനെ വരാന്തയിലൂടെ പോവുകയാണ്. ഈ സമയം ഇന്നലെ നമ്മുടെ നായിക ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ പ്രായമായ ലേഡിയില്ലേ അവര് വരാന്തയിലൂടെ ഒന്നും മിണ്ടാതെ അങ്ങനെ നടന്നു പോകുന്നത് നായിക കാണുന്നു. അങ്ങനെ വഴിയിൽ വെച്ച് അവരെ കണ്ട നായിക, മേഡം നിങ്ങൾ എങ്ങോട്ടേ പോകുന്നത്? നിങ്ങൾക്ക് തീരെ വയ്യാത്തതല്ലേ, വന്ന് ബെഡിൽ കിടക്കാൻ നോക്കുന്നൊക്കെ പറയുവാണ്. എന്നാൽ നായിക സംസാരിക്കുന്നതിനൊന്നും മറുപടി കൊടുക്കാതെ ആ ലേഡി അങ്ങനെ തന്നെ നടന്നു പോകുന്നു. ഒന്നും മനസ്സിലാവാത്ത നമ്മുടെ നായിക പെട്ടെന്ന് ഡ്യൂട്ടി ചെയ്യേണ്ട സ്ഥലത്തേക്ക് എത്തുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ആ വയ്യാതെ കിടന്ന ലേഡി മരിച്ചു പോയെന്ന്. അപ്പൊ നായിക ഇപ്പൊ വരാന്ത വെച്ച് കണ്ടതോ അത് ആ ലേഡീന്റെ ആത്മാവിനെയായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇത് കണക്ട് ആയി നമ്മുടെ നായിക പെട്ടെന്ന് ഒന്ന് ഞെട്ടുന്നു. എന്ന ഈ കാര്യം നമ്മുടെ നായിക ആ ഹെഡ് നേഴ്സിനോടോ അല്ലെങ്കിൽ ആശ്രമത്തിന്റെ ഓണറോടൊന്നും പറയുന്നില്ല. പറഞ്ഞ അവര് വിശ്വസിക്കില്ല എന്നറിയാം, അതുകൊണ്ടാണ് നായിക പറയാത്തത്. അങ്ങനെ ഇപ്പൊ ഹെഡ് നേഴ്സ് നായികനോട് പറയുവാണ് മരിച്ചുപോയ ലേഡീന്റെ ബോഡി ഇല്ല ഒന്ന് ക്ലീൻ ചെയ്യാൻ. അങ്ങനെ ഇപ്പൊ നായിക ജോലി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് നായിക ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ മരിച്ചുപോയ ലേഡീന്റെ കയ്യിലൊക്കെ കുറച്ച് തടിപ്പുകളെല്ലാം കാണാനുണ്ട്. അത് മാത്രമല്ല അവരുടെ മുഖത്ത് രണ്ടൊന്ന് കീറൽ പാടുമുണ്ട്. അങ്ങനെ നായിക അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ പെട്ടെന്ന് ആ ലേഡി കണ്ണു തുറക്കുന്നു. ഇത് കണ്ട് നായിക ഞെട്ടുവാണ്. അവര് കണ്ണു തുറക്കുന്നതായിട്ട് നായികയ്ക്ക് തോന്നിയതായിരുന്നു. അങ്ങനെ നായിക പെട്ടെന്ന് തന്നെ ആ ജോലിയെല്ലാം തീർത്ത് അവിടെ നിന്ന് അങ്ങനെ പുറത്തേക്ക് വരുന്നു. ഈ സമയത്താണ് നമ്മുടെ നായകന്റെ എൻട്രി. ഇന്നലെ രാത്രി മുഴുവൻ കറണ്ട് ഇല്ലായിരുന്നു അവിടെ. നായികന്റെ റൂമിലും കറണ്ട് പോകുന്നതായിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ. അതെന്താണെന്ന് ചെക്ക് ചെയ്ത് അത് ശരിയാക്കാൻ വേണ്ടി വന്ന ഇലക്ട്രീഷ്യനാണ് നായകൻ. അങ്ങനെ ഇപ്പൊ അതെല്ലാം നന്നാക്കിയതിനു ശേഷം നായകനോടൊന്ന് പോകാൻ തുടങ്ങുമ്പോൾ നായിക അവിടേക്ക് ചെന്ന് അവന് കുറച്ച് പൈസ കൊടുക്കുന്നു അത് നന്നാക്കിയതിന്റെ കൂലിയായിട്ട്. എന്നാൽ നായകൻ അത് വാങ്ങാതെയാണ് പോകുന്നത്. ഇതേ സമയം തന്നെ ഈ കാഴ്ചയല്ല ആ ആശ്രമത്തിന്റെ ഓണറായ ലേഡി കാണുന്നുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അങ്ങനെ അവര് നായകനെ വിളിച്ചിട്ട് നായകനോട് പറയുവാണ് അവൻ ഇവിടെ അടുത്തുള്ള ഒരു ആശ്രമത്തിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ വന്ന് എന്ത് ജോലി ചെയ്താലും അവൻ അതിന് എമൗണ്ട് ഒന്നും വാങ്ങില്ല. കാരണം അവൻ ഈ കാര്യങ്ങളെല്ലാം ഒരു സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ ജോലിയായിട്ടല്ല. അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നായികയ്ക്ക് അവനോട് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാവുന്നു. അതെല്ലാം കഴിഞ്ഞ് നായികയാണെങ്കിൽ വയ്യാതിറക്കുന്ന മറ്റൊരു ലേഡീനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടെ നായിക ഒരു രൂപം കാണുന്നു. ആ രൂപം അവളുടെ തൊട്ട് മുന്നിൽ വന്ന് അവളെ പേടിപ്പിക്കുന്ന സമയം പേടിച്ച് വരച്ച നായിക പുറകിലേക്ക് പോകുമ്പോൾ അവിടേക്ക് ഹെഡ് നേഴ്സ് വരുന്നു. അങ്ങനെ ഇത് കണ്ടിട്ട് അവർ നായകനെ ചോദിക്കുകയാണ്, അല്ല കൊച്ചെ നിനക്ക് എന്താ പ്രശ്നം? ഇത് കേട്ട നായിക ഇപ്പൊ ഉണ്ടായ കാര്യം പറയുന്നു. പിന്നെ ഒരു രൂപത്തിനെ കണ്ടുപോലും മര്യാദയ്ക്ക് നീ ഡ്യൂട്ടി ചെയ്യാൻ നോക്കുന്നും പറഞ്ഞ് ഈ സമയം അവളെ വഴക്ക് പറയുന്ന രീതിയിൽ ആ നേഴ്സ് അവിടുന്ന് പോവാണ്. എന്നാൽ കാര്യം അങ്ങനെ വിടാൻ അവൾക്ക് കഴിയുന്നില്ല. അങ്ങനെ അടുത്ത സീനിൽ അവളാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അവിടുത്തെ ഓണർ ലേഡീനെ അറിയിക്കുന്നു. എന്നിട്ട് ഈ ആശ്രമത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നായിക ചോദിക്കുവാണ്. ഇത് കേട്ട ആ ലേഡി പറയുകയാണെ അങ്ങനെയൊന്നുമില്ല, വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ പോലെ തന്നെ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി നേഴ്സായി എത്തിയതാണ് ഞാനും. ആ സമയത്തെ ഈ ആശ്രമത്തിന്റെ ഓണർ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് എന്നെ വിവാഹം കഴിച്ചു. അതിനുശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിനു മുമ്പേ അയാൾ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന്, ആ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെന്ന്. അവിടുന്ന് കുറച്ചുകൾ കഴിഞ്ഞപ്പോ എന്തൊക്കെ അസുഖങ്ങൾ ബാധിച്ച് അദ്ദേഹം മരണപ്പെട്ടു. ആ സമയത്ത് അയാളുടെ പേരിലുണ്ടായിരുന്ന സ്വത്തുക്കളല്ല അയാളുടെ 2 ഭാര്യമാരുടെയും പേരിലായി. ഈ ആശ്രമം നടത്തിക്കൊണ്ട് പോകണമെന്ന് അയാൾക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ ആഗ്രഹം സാധിക്കുന്ന രീതിയിൽ ഞാൻ ഈ ആശ്രമം ഏറ്റെടുത്ത് ബാക്കി സ്വത്തുക്കളെല്ലാം മറ്റേ ലേഡിക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ ഇപ്പൊ ഇവര് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ടത് നായികയ്ക്കാണെങ്കിൽ ആ ലേഡിയോട് ഒരു വലിയ മര്യാദ വരുവാണ്. ഇവര് ചെയ്തൊരു വലിയ കാര്യമായിട്ട് നായികയ്ക്ക് ഫീൽ ചെയ്യുവാണ്. അതെല്ലാം കഴിഞ്ഞ് നായികയാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോകുന്നു. ഈ സമയം അവിടെ ഒരു നേഴ്സ് നിൽക്കുവാണ്. അവർ തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ അതാരാണെന്ന് നായികയ്ക്ക് മനസ്സിലാവുന്നില്ല. ഇതേ സമയം തന്നെ അവരുടെ അടുത്ത് ഏതോ ഒരു ലേഡി വീൽ ചെയറിൽ ഇരിപ്പുണ്ട്. അങ്ങനെ ഇതാരാണെന്ന് നോക്കാൻ വേണ്ടി നായിക അടുത്തേക്ക് ചെല്ലുന്ന സമയത്താണ് മനസ്സിലാകുന്നത് ആ വീൽ ചെയറിലിരിക്കുന്ന ലേഡി 2 ദിവസം മുമ്പ് മരിച്ചുപോയ ആ പ്രായമായ ലേഡിയാണെന്ന്. അതായത് അവരുടെ പ്രേതമാണെന്ന്. ആകെ രക്തത്തെ കുളിച്ചാണ് അവരിയ്ക്കുന്നത്. അവരിപ്പോ നായികനെ നോക്കി അലറാൻ തുടങ്ങുന്നു. ഇത് കണ്ട് നായിക പേടിക്കുന്നു. അങ്ങനെ നായിക നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ അവിടെയുള്ള ജനൽ വഴി ഒരു ബ്ലാക്ക് കളർ ഡ്രസ് എല്ലാം ധരിച്ച വ്യക്തി ഇറങ്ങി ഓടുന്നതായിട്ട് നായിക കാണുവാണ്. അങ്ങനെ അടുത്ത സീനിൽ നായിക ഈ കാര്യങ്ങളെല്ലാം ആ ഓണർ ലേഡിയോടും ഡോക്ടറോടും നേഴ്സിനോടെല്ലാം പറയുന്നു. നായിക പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട ഓണർ ലേഡി പറയുവാണ്, ഏതെങ്കിലും കള്ളന്മാരകത്ത് കയറിയതായിരിക്കും, നിന്നെ കണ്ടിറങ്ങി ഓടിയതുമായിരിക്കും. പിന്നെ മരിച്ചുപോയ ലേഡിന്റെ ആത്മാവിനെ നീ കണ്ടു എന്ന് പറഞ്ഞത് അത് നിന്റെ ഇല്യൂഷൻ മാത്രമാണ്, അങ്ങനെയൊന്നും സംഭവിക്കാനായിട്ട് ചാൻസും ഇല്ല. ഇതെല്ലാം കേട്ട നായിക അപ്പൊ എല്ലാം തനിക്ക് തോന്നുമായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ സമാധാനിക്കുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകൻ എന്തോ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ഈ ആശ്രമത്തിലേക്ക് എത്തുവാണ്. ഈ സമയം നായിക അവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളവിടെ കുറെ നാളായിട്ടുള്ളതല്ലേ, ഈ ആശ്രമത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് നിങ്ങൾക്കറിയാവോ എന്ന്. എന്നാൽ അവനില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഇപ്പൊ ആശ്രമത്തിലേക്ക് എത്തിയ നായക ഒരു കോഫി എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ കുറച്ചുനേരം അവർ ഒരുമിച്ച് നിന്ന് അങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു കണക്ഷൻ ഫോം ആവുന്നു. ഓൾറെഡി ഒന്ന് നായകനെ പറ്റി അവിടുത്തെ ഓണർ ലേഡി പറഞ്ഞപ്പോ തന്നെ നായികയ്ക്ക് അവന്റെ മേലൊരു ഇംപ്രഷൻ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ കുറച്ചേരം ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ അത് അവരുടെ ഇടയിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടാക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മറ്റൊരു സംഭവം ഉണ്ടാവുന്നത്. എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ആശ്രമത്തിലെ ഹെഡ് നേഴ്സ് ഇല്ലേ, അവർ പെട്ടെന്ന് അങ്ങനെ മയങ്ങി വീഴുവാണ്. അങ്ങനെ മയങ്ങി വീണ് വയ്യാതാവുന്ന അവർക്ക് അവിടെ വേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചേരം കഴിഞ്ഞ് നമ്മുടെ നായിക അവളുടെ മുറിയിലേക്ക് ഒന്ന് വരുന്ന സമയം അവളെ ഒരു ആത്മാവ് ടോർച്ചർ ചെയ്യാൻ തുടങ്ങുന്നു. അവളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതായിട്ടും അവളെ എയറിൽ പൊക്കുന്നതൊക്കെ ആയിട്ട് അവൾക്ക് തോന്നുവാണ്. അങ്ങനെ അവൾ ഒച്ചപ്പാടുണ്ടാക്കുന്ന സമയം ഇത് കേട്ട് ആ ഓണർ ലേഡി എവിടേക്ക് വരുന്നു. എന്നിട്ട് അവളോട് നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച് അവളെ ഒന്ന് കൂളാക്കുവാണ്. മേഡം ഒരു ആത്മാവ് എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു, എന്നെ എയറിൽ എടുത്തു പൊക്കി. ഇങ്ങനെല്ലാം നായിക പറയുന്ന സമയം, എടി പെണ്ണെ അതൊക്കെ നിനക്ക് തോന്നിയതാണ്, ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞില്ലേ ഇതെല്ലാം നിന്റെ ഇല്യൂഷനാണ്, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ നടക്കില്ല, നീ സമാധാനമായിട്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യേ, ഒന്ന് ഉറങ്ങിക്കോ. ഇങ്ങനെല്ലാം പറഞ്ഞ് അവളെ ബെഡിൽ കിടത്തി അവള് സമാധാനമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നോളം വരെ ആ ഓണർ ലേഡി അവളുടെ അടുത്ത് തന്നെ ഇരിക്കുന്നു. അതിനുശേഷം അവര് നേരെ ആ ഹെഡ് നേഴ്സിനെ കിടത്തിയിരിക്കുന്ന റൂമിലേക്ക് എത്തുവാണ്. ആ ഹെഡ് നേഴ്സിന് ഇപ്പൊ ബോധമുണ്ടെങ്കിലും അവരുടെ കൈയും കാലൊന്നും അനങ്ങുന്നില്ല. കാരണം കൈയിന്റെയും കാലിലും എല്ലാ സ്വാധീനം നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അവര് തളർന്നു വീണത്. ഇതിന് കാരണം ആരാണെന്നറിയാവോ? അത് മറ്റാരുമല്ല, ഈ ഓണർ ലേഡിയാണ്. നമ്മൾ ഇത്ര നേരം വിചാരിച്ചത് ഇവരൊരു നല്ല ലേഡിയാണെന്നല്ലേ, എന്നാൽ അങ്ങനെയല്ല, ഇവരാണ് ഈ മൂവിയിലെ വില്ലത്തി. ഇന്നലെ ഹെഡ് നേഴ്സ് ഈ ഓണർ ലേഡിയുടെ റൂമിൽ നിന്ന് കുറച്ച് മരുന്നുകൾ കണ്ടുപിടിച്ചു. ആ മരുന്നുകളെല്ലാം സ്ലോ പോയിസൺസ് ആയിരുന്നു. ഈ ആശ്രമത്തിലുള്ള പ്രായമായ ആൾക്കാർക്കെല്ലാം ഭക്ഷണത്തിലും മരുന്നിലൊക്കെ ആയിട്ട് ഇതുപോലുള്ള സ്ലോ പോയിസൺസും അവർ കടത്തി കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആ മരുന്ന് കണ്ടുപിടിച്ചതോടെ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കണക്ട് ആയ നേഴ്സ് അതിനെപ്പറ്റി അവരോട് ചോദിക്കുകയുണ്ടായി. നേഴ്സ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നടന്നതോടെ ഈ കാര്യം പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് നേഴ്സിനും അങ്ങനെ എന്തോ മരുന്ന് കൊടുത്ത് അവളുടെ കൈയിന്റെയും കാലിന്റെ സ്വാധീനം എല്ലാം നശിപ്പിച്ചത്. ഇപ്പോഴും ആ ഓണർ ലേഡി ഈ നേഴ്സിന്റെ അടുത്തേക്ക് വന്ന് അതുപോലെ എന്തോ ഒരു മരുന്ന് അവർക്ക് കുത്തിവെക്കുവാണ്. അങ്ങനെ ആ സീനോട് കട്ടെ അടുത്ത സീനില് ഉറങ്ങി കിടന്ന് നമ്മുടെ നായികയാണെങ്കിൽ ഉറക്കം എഴുന്നേക്കുന്നു. ഇപ്പൊ സമയം പാതിരാത്രി ആയിട്ടുണ്ട്. ആ ഹെഡ് നേഴ്സിന്റെ അവസ്ഥയൊന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് നായിക ഇപ്പൊ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ അവരെ കിടത്തിരിക്കുന്ന മുറിയുടെ അടുത്തേക്ക് പോകുന്നു. ആ മുറിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ആ ഓണർ ലേഡിന്റെ ഓഫീസ്. അവിടേക്ക് എത്തിയ സമയം അവിടെ നിന്ന് ആ ഓണർ ലേഡിയും ഡോക്ടറും തമ്മിൽ സംസാരിക്കുന്നത് നായിക കേൾക്കുവാണ്. ആ ലേഡി ഡോക്ടറോട് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു, നീയായിട്ടുള്ളൊരു ജീവിത സ്വപ്നം കണ്ടാണ് ഈ ആശ്രമത്തിന്റെ ഓണർ ആയിരുന്നു നിന്റെ ചേട്ടനെ ഞാൻ കൊന്നത്. എന്നാൽ ആ സമയോടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു നേഴ്സ് ആ കാര്യം കേട്ടതും ഈ കാര്യങ്ങളൊന്നും അവര് പുറത്തുപോയി പറയാതിരിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും കൂടി അവളെ കൊന്ന് അവളുടെ ബോഡി ഇപ്പൊ നായിക കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മുറിയിലെ ആ മുറിയിലെ കട്ടിലിന് കീഴിലായിട്ട് ഒരു പെട്ടിയുണ്ട്, അതിലിട്ട് പൂട്ടിയും വെച്ചു. അങ്ങനെ ഇപ്പൊ അവര് സംസാരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം പ്രസന്റ്ലി നമ്മുടെ നായിക കേട്ടോണ്ട് ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ നായിക നേരെ അവളുടെ മുറിയിലേക്ക് എത്തുവാണ്. എന്നിട്ട് കട്ടിലിനടിയിലുള്ള ആ പെട്ടി കണ്ടുപിടിച്ച് അതിന്റെ പൂട്ടെല്ലാം പൊട്ടിച്ച് നായിക ചെക്ക് ചെയ്യുന്നു. അപ്പൊ അതിൽ ആ നേഴ്സിന്റെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇതെല്ലാം കണ്ട നായിക എന്ത് ചെയ്യുന്നറിയാതെ നിൽക്കുവാണ്. ഇതിനെപ്പറ്റി ആ ഓണർ ലേഡിയോട് ചോദിക്കാന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം നായിക അറിഞ്ഞു
എന്നുള്ള രീതിയിൽ ആ നേഴ്സിനെ കൊന്നോലെ നായികനെ അവർ കൊന്നുകളയും. അങ്ങനെ ഇപ്പൊ അത് പേടിച്ച നായിക ഈ കാര്യങ്ങളെ പറ്റി ഒന്നും ചോദിക്കാതെ എല്ലാം മനസ്സിലടക്കി അങ്ങനെ നിൽക്കുവാണ്. അടുത്ത സീനിലെ ഹെഡ് നേഴ്സിനെ കാണിക്കുന്നു. അവർക്ക് കുത്തിവെച്ച ആ മരുന്നിന്റെ സെഡേഷൻ എല്ലാം കഴിയുന്ന സമയം അവൾ ആ ബെട്ടി കിടന്ന് വെച്ച് ഉണ്ടാക്കാൻ തുടങ്ങുവാണ്. അറിഞ്ഞ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയാൻ തുടങ്ങുവാണ്. ഇത് പ്രശ്നമാവെന്ന് മനസ്സിലാക്കി ഓണർ ലേഡി ഈ സമയം അവിടേക്ക് എത്തി ഒരു അയൺ ബോക്സ് എടുത്ത് അവളുടെ തല തല്ലി പൊട്ടിക്കുന്നു. അങ്ങനെ അവളെ കൊന്നു കളയുവാണ്. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം അവളെ രഹസ്യകാമുകനായ ആ ഡോക്ടറെ വിളിച്ചിട്ട് അയാളോട് പറയുവാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ സമയം വീണ്ടും നായിക കേൾക്കുവാണ്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, ഇപ്രാവശ്യം അവർ നായിക ഒളിഞ്ഞു നിന്ന് ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നത് കറക്റ്റായി കാണുന്നു. അങ്ങനെ നായികനെ തീർക്കണമെന്ന് അവർ പ്ലാൻ ചെയ്യുവാണ്. ഇതേ സമയം കൊണ്ട് നമ്മുടെ നായികയാണെങ്കിൽ നേരെ റൂമിലേക്ക് എത്തി അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബാഗ് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴേക്കും കറക്റ്റ് ആയിട്ട് ആ വില്ലത്തി അവിടേക്ക് എത്തി. നീ രക്ഷപ്പെടാൻ തുടങ്ങുവാണല്ലേ, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇവിടെ നടന്ന കഥകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിനക്കൊന്ന് പറഞ്ഞു തരാമെന്നും പറഞ്ഞ് ഫ്ലാഷ് ബാക്ക് എല്ലാം പറയാൻ തുടങ്ങുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ആശ്രമത്തിന്റെ ഓണറുമായിട്ട് ഇവളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞത് സത്യം തന്നെയായിരുന്നു. ഒരു കിളവനായ അയാളെ ഇവള് കല്യാണം കഴിക്കാൻ ഏറ്റവും വലിയ കാരണം എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരിലുള്ള സ്വത്തുക്കളായിരുന്നു. എന്നാൽ അയാളുടെ ഭാര്യ ആയതിനു ശേഷം അയാളുടെ അനിയനായ ഈ ഡോക്ടറെ ഇവള് പ്രണയിക്കാൻ തുടങ്ങുന്നു. അവനും തിരിച്ചു പ്രണയിക്കാൻ തുടങ്ങുന്നു. പിന്നീട് അങ്ങോട്ട് അവരെ രണ്ടുപേരും ചിന്ത എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ജീവിക്കണം. അതിനായിട്ട് അയാളെ കൊന്ന് അയാളുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം കൈക്കലാക്കണമെന്നായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്ത പോലെ അയാൾക്ക് കൊടുക്കുന്ന ഫുഡിൽ സ്ലോ പോയിസൺ കലർത്തി അയാൾ അങ്ങനെ തീർക്കുവാണ് ഓണർ ലേഡി. അയാൾ മരിച്ചതിന് ശേഷം സ്വത്തുക്കളെല്ലാം തന്റെ പേരിലാവുമെന്ന് അവൾ വിചാരിച്ചു. എന്നാൽ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ അയാൾ ഒരു വിൽപത്രം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ വിൽപത്ര പ്രകാരം ഈ ആശ്രമം മാത്രമായിരുന്നു അവളുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം അവരുടെ ഫസ്റ്റ് വൈഫിന്റെ പേരിലായിരുന്നു. വില്ലത്തിക്ക് കിട്ടി ഈ ആശ്രമവും പരിസരവും വിറ്റാൽ തന്നെ വലിയൊരു എമൗണ്ട് കിട്ടും. എന്നാൽ ഈ ആശ്രമത്തിൽ ഇത്രയും പേര് താമസിക്കുമ്പോൾ അവരെ ഒഴിവാക്കിയിട്ട് വേണ്ട വിൽക്കാൻ. അതിനുവേണ്ടിയാണ് സ്ലോ പോയിസൺസ് എല്ലാം അവർക്ക് കൊടുക്കുന്ന ഫുഡിലും മരുന്നിലെല്ലാം കലർത്തി അവരെ തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അത് കണ്ടെത്തിയ ആ ഹെഡ് നേഴ്സിനെ ഇവര് കൊന്നു കളഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ നായികയും മനസ്സിലാക്കി. അതുകൊണ്ട് നിന്നെയും കൊല്ലാൻ പോവാണെന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും കൂടി നായകനെയും പിടിച്ചുകൊണ്ടുപോയി ഒരു ബെഡിൽ കെട്ടിയിടുവാണ്. ഈ സമയമാണ് ദൈവദൂതനെ പോലെ അവിടേക്ക് നമ്മുടെ നായകൻ എത്തുന്നത്. ആശ്രമത്തിലേക്ക് എത്തിയ നായകൻ അകത്തുനിന്ന് നായകന്റെ കരച്ചിൽ കേൾക്കുന്നു. അങ്ങനെ ഇപ്പൊ എന്തോ ആപത്തുണ്ടെന്ന് മനസ്സിലാക്കി അവനാണെങ്കിൽ അവിടെയുള്ള ഡോർ എല്ലാം തുറക്കാൻ ശ്രമിക്കുവാണ്. എന്നാൽ അതെല്ലാം അകത്തുനിന്ന് ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ അവനതെല്ലാം ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കുന്ന അതേ സമയം തന്നെ ഡോക്ടർ ഈ കാഴ്ച കണ്ട് പുറകിലൂടെ വന്ന് അവന്റെ തലക്കടിച്ച് ബോധം കെടുത്തി അവനെ ആ റൂമിൽ കൊണ്ടേ കെട്ടിയിടുന്നു. അങ്ങനെ ബോധം വരുന്ന സമയത്ത് ഡോക്ടർ നായകനോട് പറയുവാണ്, നിന്നെ കൊല്ലണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് ഈ നാട് തന്നെ വിട്ടു പോകാൻ നോക്കിക്കോ. അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിനക്ക് നിന്റെ ജീവൻ എങ്ങനെ തിരിച്ചു കിട്ടും. ഇത് കേൾക്കുന്ന നായകൻ പറയാണ്, എനിക്കങ്ങനെ ജീവൻ തിരിച്ചു കിട്ടണ്ട, ഞാൻ വന്നത് നിങ്ങളെ കൂട്ടാൻ വേണ്ടിയാണ്. ഇത് കേട്ട് അവരാകെ ഞെട്ടി നിൽക്കുന്ന സമയത്ത് നായകൻ ഒരു ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുന്നു. ആക്ച്വലി അവരുടെ ഈ കള്ളക്കളികളെല്ലാം കണ്ടെത്തിയ ഒരു നേഴ്സിനെ മുമ്പ് തന്നെ ഇവര് കൊന്ന് കട്ടിലിനടിയിൽ ആ പെട്ടിയിൽ പൂട്ടിയിടുന്നുണ്ടായിരുന്നല്ലോ. ആ നേഴ്സ് ഇവന്റെ കാമുകിയായിരുന്നു. അതായത് നായകന്റെ കാമുകിയായിരുന്നു. അവൾക്ക് ഇവിടെ വെച്ച് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയായിരുന്നു നായകൻ ഇവിടേക്ക് വന്നത്. എന്നാൽ ഈ ആശ്രമത്തിൽ ചുമ്മാ അങ്ങ് വന്ന് കയറാൻ പറ്റില്ലല്ലോ. സോ അതിന്റെ ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ നൈറ്റ് ടൈമിൽ നായകനെ ആശ്രമത്തിലേക്ക് എത്തി ഇവിടുത്തെ ഇലക്ട്രിസിറ്റി എല്ലാം കട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നന്നാക്കണം എന്നുള്ള രീതിയിൽ ഒരു ഇലക്ട്രീഷ്യനെ പോലെ നായകൻ ഇവിടേക്ക് വന്ന് അതെല്ലാം ചെയ്യും. അങ്ങനെ ആശ്രമത്തിനകത്ത് കയറാൻ കിട്ടുന്ന ഈ സാഹചര്യം നായകൻ കാണാതെ അവന്റെ കാമുകിനെ അന്വേഷിക്കാൻ ഉപയോഗിക്കുമായിരുന്നു. അതുപോലെയായിരുന്നു അന്ന് നായകൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മൂവിയുടെ ഒരു ഭാഗത്ത് നായകൻ ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സ് ധരിച്ച വ്യക്തി ജനൽപ്പഴുതിലൂടെ ഇറങ്ങി ഓടി പോകുന്നത് കണ്ടായിരുന്നല്ലോ. അത് ഈ നായകനായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം നായകൻ പറയുന്ന സമയത്ത് ആ വില്ലത്തി പറയുകയാണ്, അപ്പൊ നിന്നെയും ഞങ്ങൾക്ക് വെറുതെ വിടാൻ കഴിയില്ല, ഇവളുടെ കൂടെ നിന്നെ ഇവിടെ വെച്ച് തീർക്കണം. ഇത് കേട്ടതും ആ ഡോക്ടർ നായകനെ കൊല്ലാൻ വേണ്ടി അവന്റെ കഴുത്തിനിരിക്കാൻ തുടങ്ങുന്നു. ഈ സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നായകന്റെ കാമുകിന്റെ ആ പ്രേതമില്ലേ, അതായത് അവര് കൊന്നു കളഞ്ഞ ആ നേഴ്സിന്റെ പ്രേതം ആ നായകന്റെ ശരീരത്തിലേക്ക് കയറി നായകനെ കൊല്ലാൻ ശ്രമിക്കുന്ന ആ ഡോക്ടറെ ആദ്യം തന്നെ തീർക്കുവാണ്. ഇത് കണ്ടതും ആ വില്ലത്തിയാണെങ്കിൽ പേടിച്ചു ഭയന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങുന്നു. അവൾ ഓടിപ്പോയി കയറുന്നത് നായകന്റെ മുറിയിലായിരുന്നു. ഇതേ സമയം തന്നെ നായകന്റെ ശരീരത്തിലുള്ള ആ പ്രേതം അവളുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി നായകന്റെ മുറിയിലെ ആ പെട്ടിയില് അന്ന് ഈ വില്ലത്തി കൊന്ന് പൂട്ടിയിട്ട ആ ബോഡിയിലേക്ക് തന്നെ കയറുവാണ്. അങ്ങനെ ആ പ്രേത പെട്ടിക്കകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നു. ഈ സമയം ഇത് കണ്ട് വില്ലത്തി ആകെ പേടിക്കുവാണ്. ഈ സമയം ആ പ്രേതത്തിനെ കണ്ട് എന്നൊന്നും ചെയ്യില്ലെന്ന് വില്ലത്തി റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ആ പ്രേതം പറയാണ്, അന്ന് ഞാനും ഇങ്ങനെ നിന്നോട് പറഞ്ഞതല്ലേ, അപ്പൊ നീ അത് കേട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്കുണ്ടായ അതേ അവസ്ഥ നിനക്ക് ഉണ്ടാവണം. ഇങ്ങനെയും പറഞ്ഞ ആ പ്രേതം വില്ലത്തിനെ ആ പെട്ടിയിലേക്ക് പിടിച്ചു വലിക്കുവാണ്. അങ്ങനെ വില്ലത്തി ആ പെട്ടിയിലേക്ക് ആയതോടെ അവളുടെ കഥയും കഴിയുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അവിടെ നിന്ന് ഒരു കുറച്ച് ദിവസത്തിന് ശേഷം കാണിക്കുവാണ്. നായിക അവിടെ നടന്ന കാര്യങ്ങളൊന്നും പോലീസിനെ അറിയിച്ചില്ല. കാരണം ഇൻ കേസ് അത് പോലീസിനെ അറിയിച്ച ഈ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആശ്രമം പൂട്ടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് ബാധിക്കാൻ പോകുന്നത് അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അഗതികളായ ആവൃത ജനങ്ങളെ ആയിരിക്കും. അതുകൊണ്ടാണ് പോലീസിനെ ഈ കാര്യങ്ങളൊന്നും നായിക അറിയിക്കാത്തത്. എന്നാലും ഇപ്പൊ വില്ലത്തിയും വില്ലനെല്ലാം മരിച്ച് സാഹചര്യം ഒന്ന് നോർമൽ ആയതുകൊണ്ട് നായകനും നായികയും കൂടി ആശ്രമം ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ആശ്രമത്തിൽ ഒരു നേഴ്സിന്റെ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞ് ഇപ്പൊ ഇന്റർവ്യൂവിന് വേണ്ടി അന്ന് നായിക വന്ന പോലെ ഒരു പെണ്ണെത്തുവാണ്. അങ്ങനെ ഇന്റർവ്യൂ ഫോമിൽ ആ പെണ്ണിന്റെ പേര് എഴുതുന്ന സമയത്ത് നായിക അകഞ്ഞെട്ടുന്നു. ഇപ്പൊ വന്ന ഈ പെണ്ണിന്റെ പേരും ആ വില്ലത്തിന്റെ പേരും ചേർച്ചയുള്ളതായിരുന്നു. ഇതിന് മനസ്സിലാവുന്ന കാര്യം എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വില്ലത്തിന്റെ അനിയത്തി ചേച്ചി എങ്ങാണ്ടാണ് ഇപ്പൊ വന്ന ഈ പെണ്ണ്. ചേച്ചിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഇവരോട് പ്രതികാരം വീട്ടാൻ വേണ്ടി വന്നതായിരിക്കും അവള്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഒരു സസ്പെൻസോടെ കാണികളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു എൻഡിങ് തന്ന് അങ്ങനെ ഈ മൂവി അവസാനിപ്പിക്കുന്നു. അപ്പൊ കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഈ മൂവിനെ പറ്റി തോന്നിയ കാര്യങ്ങൾ കമന്റും ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.